ഹായ്, നമ്മളിന്ന് ടോറിക് ട്രാൻസ്പോസിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ടോറിക് ട്രാൻസ്പോസിഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് കേസ് നമുക്ക് തന്ന പ്രിസ്ക്രിപ്ഷനിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ, അത് സ്ഫിറോസെൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അതോട് കൂടിയിട്ട് ഒരു ബേസ് കർവും അവരവിടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നോക്കണം, ഈ ബേസ് കർവിൻ്റെ സൈന്, അതായത് മൈനസിലുള്ള ബേസ് കർവ് തന്നെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള പ്രിസ്ക്രിപ്ഷനിൽ സിലിണ്ടറും മൈനസിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ബേസ് കർവ് പ്ലസ്സിലാണ് തന്നിട്ടുള്ള പ്രിസ്ക്രിപ്ഷനിലെ സിലിണ്ടറും പ്ലസ്സിലായിരിക്കണം. ബോത്ത് സെയിം സൈൻ ആയിരിക്കണം. അതെപ്പോഴും മൈൻഡ് വെക്കാം. പിന്നെ നമുക്ക് ടോറിക് ട്രാൻസ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 3 വാല്യൂസാണ് കിട്ടുക. അതായത് ഒരു സ്ഫിയർ ഉണ്ടായിരിക്കും, അവിടെ ഒരു 2 സിലിണ്ടർ ഉണ്ടായിരിക്കും, അവിടെ ഓപ്പോസിറ്റ് മെറിഡിയനിൽ കിടക്കുന്ന 2 സിലിണ്ടേഴ്സും അതിൽ ഉണ്ടായിരിക്കും. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് പറയാം. ഇപ്പോൾ ജസ്റ്റ് ബേസിക്കായിട്ട് നമ്മൾ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ഫിയർ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിട്ടുള്ള ബേസ് കർവ് സ്ഫിയറിൽ നിന്ന് മൈനസ് ചെയ്ത പ്രിസ്ക്രിപ്ഷൻ സ്ഫിയറിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഫിയർ കിട്ടും. സിലിണ്ടർ 1 എങ്ങനെ കിട്ടുക? നമുക്ക് തന്നിട്ടുള്ള ബേസ് കർവ് ആ പ്രിസ്ക്രിപ്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്സിസ് കൊടുക്കുക. സിലിണ്ടർ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള പ്രിസ്ക്രിപ്ഷനിലെ സിലിണ്ടർ, അതാണ് ഓൾഡ് സിലിണ്ടർ, പ്രിസ്ക്രിപ്ഷനിലുള്ള സിലിണ്ടർ പ്ലസ് ബേസ് കർവ് and give the same axis of the prescription. ഇനി ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും, പറഞ്ഞു തരാം. ഇനി ഇതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നിട്ടുള്ളത്? +1 +3 180 വിത്ത് ബേസ് കർവ് -6. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ടോറിക് ട്രാൻസ്പോസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഈ ബേസ് കർവിൻ്റെ സൈനും ഈ ക്വസ്റ്റ്യനിൽ പ്രിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള സിലിണ്ടറിൻ്റെ സൈനും സെയിം ആണോ നോക്കുക. ഇവിടെ സെയിം ആണോ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ബേസ് കർവിൻ്റെ സൈൻ എന്താ വരുന്നത്? മൈനസ്, പക്ഷേ പ്രിസ്ക്രിപ്ഷനിലുള്ള സിലിണ്ടർ എന്താണ്? പ്ലസ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് +1 -3 180 ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കിതിനെ മൈനസ് സിലിണ്ടറിക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സിമ്പിൾ ട്രാൻസ്പോസിഷൻ അവിടെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് സിമ്പിൾ ട്രാൻസ്പോസ് ചെയ്ത് വരുമ്പോൾ എന്തെന്ന് വരും? സിമ്പിൾ ട്രാൻസ്പോസിഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. +4 -3 90. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്ന കേസ് നമ്മൾ ഏത് സിലിണ്ടർ എടുക്കുക അല്ലെങ്കിൽ ഏത് പ്രിസ്ക്രിപ്ഷൻ്റെ ആക്സിസ് എടുക്കുക, ഈ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബേസ് കർവും പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ സെയിം ഈക്വൽ സൈനിലേക്ക് സിലിണ്ടേഴ്സിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നിട്ടുള്ള ആ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷനെ ശ്രദ്ധിക്കേണ്ട. നമ്മൾ സെക്കൻഡ് നമ്മളിപ്പോൾ ഈക്വലായിട്ട് കണ്ടിട്ടുള്ള അതിൻ്റെ ആക്സിസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൻ്റെ സ്ഫിയറും അതിൻ്റെ സിലിണ്ടറും ഒക്കെയാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യുക? സ്ഫിയർ കണ്ടുപിടിക്കണം. സ്ഫിയർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? സ്ഫിയർ മൈനസ് ഈ ക്വസ്റ്റ്യനിലുള്ള സ്ഫിയർ മൈനസ് ബേസ് കർവ്. അപ്പോൾ എന്ത് വരും? 4 -6. നമ്മളെപ്പോഴും സയൻസ് കൺസിഡർ ചെയ്യണം. ഇവിടെ പ്ലസ് ആയാണ് ഞാൻ ജസ്റ്റ് പറയാതിരുന്ന്, സയൻസ് എപ്പോഴും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഉത്തരം എന്തെന്ന് വരും? നമുക്ക് കിട്ടി +10 കിട്ടി. സ്റ്റെപ്പ് 2 എന്താ പറഞ്ഞേ? ബേസ് കർവ് ഗിവ് ഓപ്പോസിറ്റ് ആക്സിസ്. ഈ ബേസ് കർവ് എത്ര വരുന്നത്? -6 ഇൻറ്റു ഓപ്പോസിറ്റ് ആക്സിസ്. ഇതാണ് ഈ പ്രിസ്ക്രിപ്ഷൻ്റെ ഇത് സെക്കൻഡ് നമ്മൾ ചെയ്തിട്ടുള്ള എടുക്കേണ്ടത്. ഇത് പിന്നെ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ 90, അപ്പോൾ നമുക്ക് എന്തെന്ന് വരും? 180. തേർഡ് സ്റ്റെപ്പ് എന്തെന്നാ പറഞ്ഞത്? സിലിണ്ടർ പ്ലസ് ബേസ് കർവ് ആൻഡ് സെയിം ആക്സിസ്. ഇവിടെ സിലിണ്ടർ എന്താണ്? -3 പ്ലസ് ബേസ് കർവ് -6. ഓക്കെ, അപ്പോൾ എന്തെന്ന് വരും? -3 പ്ലസ് -6 എന്ന് പറയുമ്പോൾ -9. സെയിം ഇത് കൊടുക്കണം, അപ്പോൾ 90. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തെന്നാ വരിക? +10 -6 180 -9 90. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം, അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. കിട്ടുന്നില്ല, ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആൻസർ കറക്റ്റായി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കറക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇതത്ര നമ്മൾ ഭയങ്കരമായിട്ട് ആലോചിക്കാനൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലത് തറവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഈസിയാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം.
ബേസ് കർവ് +6. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി.